മദ്യനയ കേസിൽ ഇ.ഡി. അറസ്റ്റ് ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ കേജ്രിവാൾ നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മനീഷ് സിസോദിയയുടെ ജാമ്യ ഹർജി ഇന്ന് വിചാരണ കോടതി പരിഗണിക്കും. അതേസമയം CBI കസ്റ്റഡിയിലുള്ള കെ കവിതയെ ഇന്ന് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ദില്ലിയിൽ നിന്ന് സിബി ചേരുന്നു. സിബി, കേസുകളുടെ വിശദാംശങ്ങൾ. ഷമി, ഇന്നിപ്പോൾ രാവിലെ 10:30 ജസ്റ്റിസ് ദീപങ്കർ ദത്ത, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ ഒരു ഹർജി പരിഗണിക്കുക. പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് ദില്ലി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയും അതോടൊപ്പം തന്നെ അറസ്റ്റും റിമാൻഡും എല്ലാത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ദില്ലി ഹൈക്കോടതി സമീപിച്ചെങ്കിലും വലിയ തിരിച്ചടിയാണ് കെജ്രിവാൾ നേരിട്ടത്. പിന്നീട് ദില്ലി ഹൈക്കോടതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒരു അപ്പീൽ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഈ അപ്പീലായിരിക്കും ഇന്നിപ്പോൾ ഈ ഒരു ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. പ്രധാനമായും കെജ്രിവാളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം തന്നെയാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ. കഴിഞ്ഞ ദിവസം വരെ നിലയും ദില്ലി ഹൈക്കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി കെജ്രിവാൾ നേരിട്ടിരുന്നു. പ്രത്യേകിച്ച് കെജ്രിവാളിന് കൃത്യമായ തെളിവുണ്ടെന്നും മാത്രമല്ല കെജ്രിവാളിൻ്റെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല എന്നും ഈ ദില്ലി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ ഇ.ഡിയുടെ എല്ലാ വാദങ്ങളും പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടായിരുന്നു കെജ്രിവാളിൻ്റെ ഈ ഒരു ഹർജി ദില്ലി ഹൈക്കോടതി തള്ളിയത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു അപ്പീലുമായി പോയിരിക്കുകയും മാത്രമല്ല ദില്ലി ഹൈക്കോടതിയെ പല കാര്യങ്ങളുടെ അനുമാനങ്ങളെല്ലാം നിലയും തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 10:30 ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപങ്കർ ദത്ത എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും. അതേസമയം തന്നെ കെ കവിതയുടെ CBIയിലുള്ള 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്നിപ്പോൾ ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയും കെ കവിതയെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. ഈ മാസം 23 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡി വിട്ടത്. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി വിടണമെന്നാണ് CBI ആവശ്യപ്പെട്ടത്. പിന്നീട് പക്ഷേ 8 ദിവസത്തേക്ക് കവിതയെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മനീഷ് സിസോദിയുടെ ജാമ്യ ഹർജി ഇന്നിപ്പോൾ ദില്ലിയിലെ റോസ് അവന്യൂ PMLA കോടതി പരിഗണിക്കുകയും ചെയ്യും. ഷമ്മി, സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.